നേപ്പാളിലെ ഹിമാലയ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 12,300 അടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന പുരാതന വിഷ്ണു ക്ഷേത്രമായ മുക്തിനാഥ ക്ഷേത്രത്തിന്റെയും 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രത്തിന്റെയും കാഴ്ചകളും കഥകളും പുരാണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേപ്പാളിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊഖാറയിൽ നിന്ന് 175 കിലോമീറ്റർ അകലെയായുള്ള മുക്തിനാഥിലേക്ക് ഹിമാലയ മലനിരകളിലൂടെയുള്ള യാത്രയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഖണ്ഡ ഭാരതത്തിലുടനീളം യാത്ര ചെയ്ത് നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും കാഴ്ചകളും കഥകളും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അമൃത ഭാരതം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഈ പൊഖറായിൽ നിന്ന് മുക്തിനാഥിന് പോകാനായിട്ട് ഒരു പെർമിറ്റ് എടുക്കണം. ആ പെർമിറ്റ് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഈ നേപ്പാൾ ടൂറിസം ബോർഡിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്കല്ലാതെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളൊക്കെ ഇവിടെ ഇങ്ങനെ പെർമിറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ പെർമിറ്റ് എടുക്കാനായിട്ട് നമുക്ക് 2 ഫോട്ടോ വേണം. നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒരു ഇത് നമ്മുടെ കയ്യിൽ ഒറിജിനൽ വേണം. പൊഖാറയിൽ വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. നേപ്പാൾ ടൂറിസം ബോർഡിൻ്റെ ഓഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അതുകൊണ്ട് നമുക്ക് അന്നേരം തന്നെ പെർമിറ്റ് കിട്ടും. 1000 രൂപയാണ് ഇവിടെ ഒരാൾക്ക് പെർമിറ്റിൻ്റെ ചാർജ്. നേപ്പാളി രൂപയാണ്, 1000 നേപ്പാളി രൂപയാണ് പെർമിറ്റിൻ്റെ ചാർജ്. വെളിയിലാണെങ്കിൽ നമ്മുടെ ഏജൻസി വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ 1000, 1200, 1300, 1500 ഒക്കെ റേറ്റ് ആകും. ഇവിടെയൊക്കെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആവശ്യത്തിനുള്ള ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഈ പൈസ ലാഭിക്കാം. ഫോട്ടോ എടുക്കുന്നതിന് ഇവിടെ എൻ്റെ നിന്ന് മേടിച്ചത് 2 ഫോട്ടോയ്ക്ക് 150 നേപ്പാളി രൂപയാണ് മേടിച്ചത്. നമ്മളിവിടെ പൊഖാറയിൽ നിന്ന് മുക്തിനാഥിന് പോകാനായിട്ടുള്ള ബസ് ബുക്ക് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ഇത് ലേക്ക് സൈഡിനടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ വേറെ ബസ് സ്റ്റാൻഡുകളുണ്ടോ എന്നറിയത്തില്ല. ഇവിടെ നമ്മൾ നാളെ മുക്തിനാഥിന് പോകാനായിട്ടുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വേറെ പല സ്ഥലങ്ങളും ഉണ്ട്. നമ്മൾ പലയിടത്തും അന്വേഷിച്ചിട്ടും ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഇവിടെയായിട്ടാണ് തോന്നിയത്. പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ 4500 രൂപയൊക്കെയാണ് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4500 രൂപയൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ 1600 രൂപ ഒരാൾക്ക്, വൺ സൈഡ് 1600 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പൊഖാറയിൽ നിന്ന് മുക്തിനാഥിനുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മൾ താമസിച്ചിരുന്ന മുറിയാണിത് പൊഖാറയിൽ. നമ്മൾ ഇങ്ങോട്ട് തന്നെ മുക്തിനാഥിലെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ കാഠ്മണ്ഡുവിന് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങോട്ട് തന്നെ വരും തിരിച്ച്. ഇതാണ് നമ്മുടെ വണ്ടി, മുക്തിനാഥിന് പോകുന്ന വണ്ടി. അപ്പോൾ നമ്മൾ പൊഖാറയിൽ നിന്ന് മുക്തിനാഥിനുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 170 കിലോമീറ്ററാണ് മുക്തിനാഥിനുള്ളത്. മുക്തിനാഥ് ഒരു വിഷ്ണു ക്ഷേത്രമാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ശക്തിപീഠം, ഗണ്ഡകി ശക്തിപീഠം അവിടെയാണ്. പൊഖാറ നഗരമാണ് കാണുന്നത്. പൊഖാറ വളരെ വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നേപ്പാളിലെ. അങ്ങനെ നമ്മൾ പൊഖാറ നഗരമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. നമ്മൾ 7 മണിക്ക് നമ്മൾ വണ്ടിയെ കയറിയിരുന്നതാണ്. ഇവരതിലെല്ലാം കറക്കി ആളെയൊക്കെ നിറച്ച് ഇപ്പം 8:15 സമയം, 1.5 മണിക്കൂറോളം നമ്മളെ പൊഖാറ ടൗണിൽ കൂടെ ഇവരിട്ട് കറക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുക്തിനാഥ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹിമാലയ പർവ്വതത്തിൻ്റെ ദൃശ്യമൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാം. നമ്മൾ പൊഖാറയിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ മുന്നോട്ട് വന്ന് കാണും. ഇവിടെ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ നിർത്തിയതാണ്. എന്നാലും ദൈവാദിനത്തിന് എനിക്ക് ചായ കുടിക്കാൻ തോന്നിയില്ല. ചായയ്ക്ക് ഇവിടെ 100 രൂപ, ഒരു ചായക്ക് നേപ്പാളി 100 രൂപ. എന്നാലും ചായ കുടിച്ചില്ല. അപ്പം ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കാര്യങ്ങൾ ആദ്യമേ പൈസ ചോദിച്ച് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ നമുക്കിതുപോലൊരു അബദ്ധം പറ്റിയതാണ്. 100 രൂപ, ഒരു ചായക്ക് 100 രൂപ. നേപ്പാളി 100 രൂപ. നേപ്പാളി 100 രൂപ ആണെങ്കിലും 60 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. യാത്രയൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ ഏകദേശം പൊഖാറയിൽ നിന്നൊരു 80 കിലോമീറ്ററോളം മുന്നോട്ട് വന്നു. ഇപ്പം ബേനി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. സാമാന്യം വലിയൊരു ടൗണാണ്. അങ്ങനെ നമ്മൾ ബേനിയിൽ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. നേരെ മുന്നിലായിട്ടൊരു തൂക്കുപാലമാണ് കാണുന്നത്. ഈ നദിക്ക് കുറുകെ കാളി കണ്ണകി നദിയാണിത്. കാളി കണ്ണകി നദിക്ക് കുറുകെ ഒരു തൂക്കുപാലം. ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയതാണ്. 4 വശത്തും ഇതുപോലെ മലകളാണ്. മലകളുടെ നടുക്കാണ് നിൽക്കുന്നത്. നേരെ മുന്നിലായിട്ട്
ഹിമാലയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഉച്ച സമയമായതുകൊണ്ടാണ് മഞ്ഞ് വ്യക്തമായിട്ട് കാണാത്തത്. മഞ്ഞൊക്കെ ഉരുകിയിട്ടുണ്ടായിരിക്കും. ഈ വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നതാണ് ഈ ചാർജിങ് പോയിൻറ്റിൽ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് വരാനായിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം 4:30 ആകുന്ന സമയം. ഇപ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്യുകയാണ്. ചാർജ് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് ഒരു 2 മണിക്കൂറും കൂടെ യാത്രയുണ്ട് നമുക്ക്. ഇങ്ങനെ ഒരു 4-5 ഒരു 5-6 മണിക്കൂർ ഇവിടെ ചാർജിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ചാർജൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും മുക്തിനാഥിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കാളി ഗണ്ഡകി നദിയാണ്. നദിയുടെ തീരത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൂരെ കാണുന്ന മലയൊക്കെ മണ്ണിടിച്ചിൽ വന്ന് താഴോട്ട് മണ്ണ് ഇടിഞ്ഞിരിക്കുന്നതാണ്. കാരണം ഇവിടുത്തേക്ക് ഒരു പ്രത്യേകത ഇതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാകും. ഓരോ വർഷവും ഈ റോഡുകളൊക്കെ പുതുക്കെ പണിയേണ്ടി വരും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലൊക്കെ മണ്ണിടിച്ചിലും മഴക്കാലത്ത് എന്നല്ല, അല്ലാതെ എപ്പോഴും ഇവിടെ ഈ മണ്ണിടിച്ചിലുകൾ ഉള്ള സ്ഥലങ്ങളാണ്. നല്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ മുക്തിനാഥിന് പോകുന്ന വഴിക്ക്. നമ്മളെ വാട്ടർഫോൾ കാണാനായിട്ട് നിർത്തിയതാണ്. ഇതുപോലെ ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ ഇവിടെയായിട്ട് ഒത്തിരി മുകളിലായിട്ട് ഉള്ളൊരു വാട്ടർഫോളാണ്. ഇതിങ്ങനെ ഒരു മല കഴിയുമ്പോഴത്തേനും അടുത്ത മലയിടുക്കിലോട്ടാണ് ചെന്ന് കയറുന്നത്. പുറകിലായിട്ട് ഹിമാലയ പർവ്വതമാണ്. കാരണം പുറകിലായിട്ട് എന്താ പാറയുടെയൊക്കെ കീഴേ കൂടെയാണ് പോകുന്നത്. വഴി തീരെ മോശമാണ്. വഴി നമ്മൾ ഇങ്ങോട്ട് വന്ന പോലുള്ള വഴി തന്നെയാണ് ഇത്. പക്ഷേങ്കിൽ ഇതൊക്കെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വഴി ഇങ്ങനെ കേടായി പോകുന്നതാണ്. നമ്മുടെ വണ്ടി എന്നാണേലും ഇലക്ട്രിക് വണ്ടിയായിട്ടും കയറ്റമൊക്കെ എന്നാലും നല്ലപോലെ വലിച്ച് കയറുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളും കാണാം. ചെറിയ ഗ്രാമങ്ങൾ പ്രത്യേക രീതിയിൽ പണിതിരിക്കുന്ന വീടുകളാണ്. കല്ലുകൊണ്ടൊക്കെ, ഈ ഹിമാലയത്തിലെ കല്ലുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീടുകൾ പണിതിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പെർമിറ്റ് കാണിക്കാനായിട്ട് നമ്മുടെ ഡ്രൈവർ തന്നെ കാണിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പം വൈകുന്നേരം 6 മണിയായ സമയം. നമ്മളൊരു 7-7:30 മുന്നെങ്കിലും മുക്തിനാഥിന് താഴെയുള്ള ആ ഒരു ബേസ് ക്യാമ്പുണ്ട്, അവിടെയെങ്കിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ ഈ വീടുകളൊക്കെ കണ്ട ഈ കല്ല് കൊണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കാണുന്ന കല്ല്, ആ കല്ല് ഇങ്ങനെ പെറുക്കി വെച്ചാണ് ഇവിടുന്ന് വീടുകളൊക്കെ പണിതിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടും നേരെ മുന്നിലായിട്ട് ഹിമാലയ പർവ്വതത്തിൻ്റെ മഞ്ഞുമലകൾ നല്ലപോലെ ഇവിടെ നിന്നാൽ കാണാം. അതുപോലെ കുറച്ച് ദൂരെയായിട്ട് മണ്ണുകൾ ഇടിഞ്ഞ് വീണിരിക്കുന്നതും കാണാം. നല്ലപോലെ നമുക്ക് ആ വളവും കൂടെ അങ്ങോട്ട് നൂർന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ മഞ്ഞുമലകൾ കാണാനായിട്ട് സാധിക്കും. ചെറിയ പാലങ്ങളൊക്കെയാണ്, ചെറിയ അരുവിക്ക് കുറുകെയൊക്കെയുള്ള പാലങ്ങളാണ്. ദൂരെയായിട്ട് നല്ല സ്വർണ്ണ കളറിൽ മഞ്ഞുമലകൾ കാണാം. ഇവിടെ ഇടയ്ക്ക് റോഡിൽ വണ്ടി നിർത്തിയതാണ്. 4 പാടും ഇതുപോലെ സുന്ദരമായിട്ടുള്ള മഞ്ഞ് മലകളാണ്. ഇത്രയും നേരം വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഹിമാലയ പർവ്വതത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുക്തിനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ വണ്ടി ഇവിടെ ആളിറങ്ങാനായിട്ട് വണ്ടി നിർത്തിയപ്പോഴത്തേനും ഞങ്ങൾ
ഇറങ്ങിയതാണ്. അപ്പം സ്വർണ്ണ കളറിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സ്വർണ്ണ കളറിലുള്ള മഞ്ഞുമലകളാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പുറകു വശത്തെ നമ്മൾ വരുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാഴ്ചകൾ കണ്ടോ, നല്ല സ്വർണ്ണ കളറിലാണ് മഞ്ഞുമലകൾ കാണുന്നത്. ഇവിടെ ഇങ്ങനൊരു സമതല പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഗണ്ഡകി നദി ഒഴുകുന്നത് ഇതുണ്ട്. ഇവിടെ നല്ല പരന്നാണ് ഒഴുകുന്നത്. ഇവിടെ സമതലമായിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നദിയുടെ നിരപ്പിൽ വന്നിരിക്കുകയാണ്. കാളി ഗണ്ഡകി നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ നദിയുടെ ആ നിരപ്പിൽ, ഏകദേശം നദിയുടെ നിരപ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പുറകോട്ട് നോക്കി, പുറകോട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് ഉള്ള സ്വർണ്ണ കളറിൽ ഹിമാലയ പർവ്വതം നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇവിടെ കണ്ടേ നദിയാണ് സൈഡിൽ, ഗണ്ഡകി നദിയാണ് ഇവിടെ, കാളി ഗണ്ഡകി നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സമതലമായിട്ട് ഇവിടെ വെള്ളമൊക്കെ കൂടുതലുള്ളപ്പോൾ കയറി അങ്ങോട്ടൊക്കെ ഒഴുകുന്നതായിരിക്കും. നമ്മൾ ഇന്നലെ ഇവിടെ മുക്തിനാഥിനടുത്തുള്ള ജോംസം എന്ന് പറയുന്ന ഒരു സ്ഥലം വരെയാണ് വന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു മണിക്കൂറൂടെ യാത്രയുണ്ട് മുക്തിനാഥിലേക്ക്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്നലെ വന്ന ഈ വണ്ടിക്ക് തന്നെ നമ്മളെ ഇവർ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ രാവിലെ ജോംസോം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുക്തിനാഥിനുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ വന്ന വണ്ടിയെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറും കൂടെ എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഗൂഗിളിൽ മൈനസ് ടെമ്പറേച്ചറൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ വലിയ അസഹനീയമായ തണുപ്പൊന്നും തോന്നുന്നില്ല. മുക്തിനാഥിന് പോകുന്ന വഴിക്കുള്ള പർവ്വത നിരകളാണ്. ഇപ്പോൾ ഇവിടെ നിന്നും കുറച്ച് മുന്നിലായിട്ട് മഞ്ഞ് മലകൾ കാണാം. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, 8 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ. മുഴുവൻ മലനിരകളാണ് കാണുന്നത്, മഞ്ഞുമലകൾ. നമ്മൾ ഇവിടുന്ന് ഇനി മുക്തിനാഥിന് നടന്നു പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇവിടം വരെ വണ്ടികളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മുക്തിനാഥിൽ നമ്മുടെ ഒരു ശക്തിപീഠമുണ്ട്, ഗണ്ഡകി ശക്തിപീഠം ഇവിടെയാണ്. അങ്ങനെ നമ്മുടെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ നമ്മുടെ 10ാമത്തെ ശക്തിപീഠവും ഇവിടെ വെച്ച് ദർശനം ചെയ്യും. ഈ മുക്തിനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗണ്ഡകി ശക്തിപീഠവും. ഇവിടെ നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് ഒക്കെ പോകാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഡോളി സൗകര്യമുണ്ട്. ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. നമ്മളിവിടെ ഒരു ഗ്ലൗസിന് തന്നെ വില ചോദിച്ചിട്ട് 300 നേപ്പാളി രൂപയാണ് ഇവിടെ പറയുന്നത്. എന്തായാലും നമുക്കിനി വലിയ തണുപ്പ് ഇപ്പോഴുള്ളതിനെ കഴിഞ്ഞ് വലിയ തണുപ്പ് തോന്നുകയില്ലായിരിക്കും എന്നുള്ള കണക്കാക്കിൽ നമ്മൾ ഗ്ലൗസും ഒന്നും മേടിക്കാതെ അങ്ങ് പോവുകയാണ്. അങ്ങനെ കുതിരപ്പുറത്തുമൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ശരം കൂടെ കുറച്ചും കൂടെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇങ്ങോട്ട് വരുന്നവർ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ, ഗ്ലൗസ്, ക്യാപ്പ്, സോക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. ഇവിടെ ഭയങ്കര റേറ്റാണ് പറയുന്നത്. 250 രൂപയൊക്കെയാണ് ഇന്ത്യൻ രൂപ. 250 ഇന്ത്യൻ രൂപയൊക്കെയാണ് ഒരു ഗ്ലൗസിനൊക്കെ പറയുന്നത്. ഇവിടെ മുതലിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പടികൾ പണിതിട്ടുണ്ട്. അപ്പം കയറി പോകാനായിട്ട് എളുപ്പമാണ്. ദൂരെയായിട്ട് ഹിമാലയ പർവ്വതമൊക്കെയാണ് കാണുന്നത്. മഞ്ഞുമലകളൊക്കെ നമുക്ക് ചുറ്റും കാണാം. ഇവിടുത്തെ ടെമ്പറേച്ചർ -9 നമ്മുടെ ഗൂഗിളിൽ കാണിക്കുന്നത്. കാരണം ഞാനാണെങ്കിൽ ഒരു 2-3 ടീഷർട്ടും ജുബായും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു തണുപ്പ് തോന്നുന്നില്ല. താഴേന്ന് ആൾക്കാർ കയറി വരുന്നതാണ്. നമ്മൾ കയറി വരുമ്പം പതുക്കെ നിന്ന് വരുന്നതാണ് നല്ലത്. ചെറുതായിട്ട് ഓക്സിജൻ കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. പതുക്കെ നിന്ന് ശ്വാസം എടുത്ത് കയറി വരുവാണെങ്കിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല. ഈ മുക്തിനാഥ ക്ഷേത്രം ബുദ്ധന്മാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് ഈ ബുദ്ധന്മാരുടെ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്ന ഇതൊക്കെ ഇവിടെ കാണാം. നമ്മൾ ഈ മുക്തിനാഥ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പോലെയുള്ള സംഗതികളൊക്കെ കാണാം. ഇത് ശ്രീ മുക്തിനാഥ യജ്ഞശാല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തണുപ്പ് നല്ല രീതിയിൽ കൂടിക്കൂടി വരുന്നുണ്ട്.
ഇവിടെ ഈ വലത് സൈഡിലായിട്ട് വിഷ്ണു പാതുക, വിഷ്ണുവിൻ്റെ പാദം ആണെന്ന് തോന്നുന്നു. വിഷ്ണു പാതുക ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിന്ന് തപസ് ചെയ്യുന്നതോ കയ്യെ ഒറ്റക്കാലിലൊക്കെ നിന്ന് നിൽക്കുന്നത് കാണാം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഒരു വിഷ്ണു പാദമാണ്. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഒരു പാദങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഒരു 3 നിലയിലായിട്ട് ഇതുപോലെ ഒരു കെട്ടിടമാണ് കാണുന്നത്. ഇത് വളരെ പഴയ ഒരു ബിൽഡിംഗ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടിട്ടൊരു ബുദ്ധവിഹാരമോ അങ്ങനെ എന്തോ ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. എന്തോ മന്ദിര എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്ഷേത്രം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഈ മുക്തിനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാണുന്ന ഒരു സ്തംഭമാണ്. ഇത് ഞാൻ ആദ്യം ഓർത്തത് ഇത് ബുദ്ധന്മാരുടെ ബൗദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട വല്ലോ സ്തംഭമായിരിക്കും എന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വൈഷ്ണവ മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്തംഭമാണ്. ഇത് പറയുന്നത് രാമായണ സ്തംഭം അല്ലെങ്കിൽ രാമസ്തംഭം എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ 1941 മദ്രാസിൽ ഒരു രാമായണത്തെ അവമാനിച്ചുകൊണ്ട് ഏതോ ഒരു പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ രാജവംശത്തിൽപ്പെട്ട ആരോ ഇങ്ങനെ രാമായണത്തെ അവമാനിച്ചു. അപ്പോൾ ആ അപമാനം കൊണ്ട് ലോകത്തിന് അങ്ങനെ അപമാനിച്ചത് കൊണ്ട് ലോകത്തിന് ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈഷ്ണവ സന്യാസി ഇങ്ങനെ ഈ ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് 108 യജ്ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടത്തി. അങ്ങനെ ഒരു യജ്ഞം നടന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഈ ശ്രീരാമ ഭഗവാന്റെ പല നാമങ്ങളാണ് ഈ സ്തൂപത്തിൻ്റെ പല ഭാഗത്തായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഭാരതത്തിലുടനീളം 108 യജ്ഞങ്ങൾ, അതായത് രാമായണത്തെ അപമാനിച്ചതിൻ്റെ പാപം തീരുവാൻ വേണ്ടിയിട്ട് ഉടനീളം 108 യജ്ഞങ്ങൾ നടത്തി. അങ്ങനെ ആ യജ്ഞങ്ങൾ നടന്ന ഒരു സ്ഥലമാണിത്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സ്തൂപമാണ്. അങ്ങനെ യജ്ഞങ്ങൾ നടന്ന ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്തൂപമാണിത്. അങ്ങനെ നമ്മൾ മുക്തിനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശക്തിപീഠം എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. ശക്തിപീഠ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഇവിടെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ തന്നെയാണ് ഗണ്ഡകി ശക്തിപീഠവും ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ദൂരെയായിട്ടൊരു ബുദ്ധ ഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം. അതൊക്കെ നമുക്ക് കാണുന്നതിന് മുമ്പ് ആദ്യം ഈ മുക്തിനാഥ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഇവിടെ 108 തീർത്ഥങ്ങളുണ്ട്. ആ 108 തീർത്ഥങ്ങൾ അതുപോലെ തന്നെ വേറെ 2 തീർത്ഥക്കുളമുണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് ദർശനത്തിന് ശേഷം നമുക്ക് ഗണ്ഡകി ശക്തിപീഠത്തിലേക്കും മറ്റ് ബുദ്ധ ക്ഷേത്രത്തിലേക്കൊക്കെ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ മുക്തിനാഥ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ക്ഷേത്രം അത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല, എങ്കിലും വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഈ തണുപ്പത്ത് ഇറങ്ങിയ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ട് ഇതുപോലെ 2 തീർത്ഥക്കുളങ്ങളാണ് കാണുന്നത്. നല്ല തണുപ്പാണെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഇതാണ് മുക്തിനാഥ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കുന്നതാണ് ആൾക്കാർ. അപ്പോൾ അതിനു മുമ്പ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു 108 തീർത്ഥങ്ങളുണ്ട്. ഈ തീർത്ഥങ്ങളിൽ ആൾക്കാർ കുളിക്കുന്നതാണ്. ഈ തീർത്ഥങ്ങളിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഇതുപോലെ 108 തീർത്ഥങ്ങൾ ഇവിടെ ചുറ്റും കാണാം. ഈ തീർത്ഥക്കുളത്തിലൊക്കെ കുളിച്ചതിന് ശേഷമാണ് ആൾക്കാർ ദർശനത്തിനായിട്ട് അകത്തേക്ക് കയറുന്നത്. ഈ മുക്തിനാഥ ക്ഷേത്രത്തിലെ 108 തീർത്ഥങ്ങളാണ്. ഈ തീർത്ഥത്തിലൂടെ ആൾക്കാർ ഇങ്ങനെ നല്ല തണുപ്പാണ്. ആൾക്കാർ ഇതുപോലെ ഈ തീർത്ഥത്തിൽ കുളിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. 108 തീർത്ഥങ്ങളാണ്. ഈ 108 തീർത്ഥങ്ങൾ ഇതിൽ കുളിക്കുന്നത് മോക്ഷപ്രദായകമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ 108 തീർത്ഥങ്ങൾ, ഈ 108 തീർത്ഥങ്ങളിലും അതുപോലെ മുന്നിൽ കാണുന്ന 2 തീർത്ഥക്കുളത്തിലും കുളിച്ചതിന് ശേഷമാണ് ആൾക്കാർ ദർശനം ചെയ്യുന്നത്. പിന്നെ ഇവിടെ -7 ഇപ്പോൾ ടെമ്പറേച്ചർ. ഇതുകൊണ്ട് ഐസായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡ് ഇതൊക്കെ ഐസ് കട്ടയായിട്ട് ഇരിക്കുന്നത്. ഈ മുക്തിനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കേൾക്കുന്ന പുരാണ കഥകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം.
ഒരിക്കലെ ജലന്താസുരൻ എന്ന ഒരു അസുരന്റെ ഭാര്യയായ വൃന്ദ വിഷ്ണുദേവനെ ശപിക്കുകയുണ്ടായി. ശിലകളായി തീരട്ടെ എന്നായിരുന്നു വൃന്ദ വിഷ്ണു ഭഗവാനെ ശപിച്ചത്. ഇവിടെ വന്ന് തപസ്സനുഷ്ഠിച്ചതിന് ശേഷമാണ് വിഷ്ണു ഭഗവാന് ശാപമോക്ഷം ലഭിച്ചത് എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത്. വൃന്ദയുടെ ശാപത്തിന്റെ ഫലമായിട്ടാണ് വിഷ്ണു ഭഗവാന് സാലഗ്രാമ ശിലകളായിട്ട് മാറുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഗണ്ഡകി നദിയിലാണ് സാലഗ്രാമ ശിലകൾ കാണപ്പെടുന്നത്. സാലഗ്രാമ ശിലകൾ വിഷ്ണുവിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിഷ്ണു ഭഗവാനെ വൃന്ദ ശപിക്കുന്ന കഥ വളരെ ചുരുക്കിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കഥ കേൾക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ കഥ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. നമ്മളങ്ങനെ ഈ മുക്തിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുകയാണ്. വലിയ ക്യൂ ഒന്നും ഇല്ല, ഒരു മാക്സിമം ഒരു അരമണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ദർശനം കിട്ടും. ഈ മുക്തിനാഥ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ബുദ്ധമതക്കാരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഈ മുക്തിനാഥ്. ഇവിടെ ഇതുപോലെ വളരെ ഭംഗിയുള്ള വളരെ വലുപ്പത്തിലുള്ള ഒരു ബുദ്ധന്റെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം. ഈ മുക്തിനാഥ ക്ഷേത്രത്തിന്റെ കുറച്ച് താഴെയായിട്ടാണ് ശക്തിപീഠ ക്ഷേത്രം ഉള്ളത്. ഈ ശക്തിപീഠ ക്ഷേത്രം ഗണ്ഡകി ശക്തിപീഠം എന്നറിയപ്പെടുന്ന ശക്തിപീഠ ക്ഷേത്രമാണ്. നേപ്പാളിലെ നമ്മൾ വരുന്ന ആദ്യത്തെ ശക്തിപീഠ ക്ഷേത്രമാണ്. ഇവിടെ നമ്മൾ മുമ്പ് കണ്ട ബുദ്ധൻ്റെ പ്രതിമയുടെ തന്നെ താഴെയായിട്ടുള്ള ഒരു ബുദ്ധവിഹാരമൊക്കെയാണ്. ഇതുവരെ നമുക്കിവിടെ ഗണ്ഡകി ശക്തിപീഠം എന്നാലും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവിടെ സാമ്പ ഗോമ്പ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. ശക്തിപീഠം ഇവിടെ ആരോടും ചോദിച്ചിട്ട് ഒരു മനുഷ്യനും ഇവിടുത്തെ ശക്തിപീഠം ഏതാണെന്ന് അറിയത്തില്ല. ഗണ്ഡകി ശക്തിപീഠം ഇവിടെയാണ് എന്നുള്ള കണക്കൂട്ടിലാണ് നമ്മളിവിടെ വന്ന് ആരോടും ചോദിച്ചിട്ടും ശക്തിപീഠത്തിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയത്തില്ല. നമ്മൾ മുക്തിനാഥ ക്ഷേത്രം കണ്ടു കഴിഞ്ഞ് താഴെ ഇറങ്ങി വീണ്ടും ശക്തിപീഠ ക്ഷേത്രം കാണാനായിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ശക്തിപീഠ ക്ഷേത്രം ഇവിടെയാണ് കറക്റ്റ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ നമ്മുടെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ 10ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായ ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രം നേപ്പാളിലെ ഹിമാലയ മലനിരകളിലുള്ള മുക്തിനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്താണുള്ളത്. നമ്മൾ മുക്തിനാഥ ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞിട്ടാണ് ഈ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഈ ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രം. വളരെ പുരാതനമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമുക്ക് ആദ്യം ഈ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഉപദേവത പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഈ ഒരു ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഗണ്ഡകി ശക്തിപീഠം. നമ്മളെ ഈ ക്ഷേത്രം കണ്ടുപിടിക്കുവാനായിട്ട് ശരിക്കും പണിപ്പെട്ടു. ഇവിടെ ആരോട് ചോദിച്ചിട്ടും ഈ ഒരു ഗണ്ഡകി ശക്തിപീഠത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ശിവൻ്റെ ചെറിയൊരു വിഗ്രഹമാണ് കാണുന്നത്, ഒരു ശിവലിംഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു മൂലയ്ക്കായിട്ട് ഇവിടെ വേറെ ഒരു ചെറിയൊരു ശ്രീകോവിൽ കാണാം. ഈ ശ്രീകോവിലും ഇതിലും ഒരു ശിവലിംഗം തന്നെയാണ് ഇതിനുള്ളിലും കാണുന്നത്. അപ്പം ഇതാണ് ഇവിടെയും ഇതിൻ്റെ ഉള്ളിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠയാണ് കാണുന്നത്. അപ്പം ഇതാണ് ശക്തിപീഠ ക്ഷേത്രം. ഇവിടെ ഇങ്ങനെ ത്രിശൂലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ ആരും തന്നെ ഇല്ല. ഗണ്ഡകി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിനകത്തേക്ക് എന്താണെന്ന് കയറുകയാണ്. അപ്പോൾ ഇതാണ് ഗണ്ഡകി ശക്തിപീഠം. ഇവിടെ ഇങ്ങനെയൊരു സാലഗ്രാമം കാണാം, ഒരു ഗണപതിയുടെ വിഗ്രഹം കാണാം, ശിവൻ്റെ പടങ്ങളൊക്കെ ശിവൻ്റെയാണ് കാണുന്നത്. ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും ഇതുപോലെ ഒരു 2 മൂർത്തികൾ കാണാം. ഇവിടെയും വളരെ വലിയ ഒരു സാലഗ്രാമം കാണാം. ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള മൂർത്തികളും കാണാം. അപ്പോൾ ഇതാണ് ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രം. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ നേപ്പാളിലെ ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ ദർശനം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് 9 ശക്തിപീഠം, ആന്ധ്രാപ്രദേശ് വരെ നമ്മൾ 9 ശക്തിപീഠങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ കുംഭമേള കാണാനായിട്ട് പോയി. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ നമ്മൾ നേപ്പാളിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ 10ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് മുക്തിനാഥ ക്ഷേത്രം. ഇവിടെ വരുന്നവർക്ക് ഇനി ഈ മുക്തിനാഥ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഈ ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രത്തിലും ദർശനം ചെയ്യണം. ഈ മുക്തിനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ കൂടി വന്നാൽ ഒരു 100-150 മീറ്റർ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഇതുപോലെ വളരെ വലിയൊരു സ്തൂപം കാണാം. ഒരു കളറൊക്കെ അടിച്ചിട്ടുള്ള ഒരു സ്തൂപം. ആ സ്തൂപത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ 3 നിലയിലായിട്ടാണ് ഈ ഗണ്ഡകി ശക്തിപീഠ ക്ഷേത്രം കാണുന്നത്. ഇത് 51 ശക്തിപീഠങ്ങളിൽ സതിയുടെ ശരീരഭാഗം പതിച്ച ക്ഷേത്രമാണ്. എല്ലാവരും ഈ ക്ഷേത്രത്തിലും ദർശനം ചെയ്യണം. ഞങ്ങൾക്ക് ഈ ക്ഷേത്രം കണ്ടുപിടിക്കാനായിട്ട് ശകലം ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഇനി മുക്തിനാഥ ക്ഷേത്രത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഗണ്ഡകി ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.